അങ്ങനെ എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്ന് കാത്തിരുന്ന അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ പുറത്തു വന്ന ക്യാരക്ടർ വീഡിയോകളിലൊക്കെ പല ആക്ടേഴ്സും സ്റ്റീഫൻ്റെ റീ എൻട്രിയെ പറ്റിയിട്ടാണ് കൂടുതലും പറയുന്നത്. ഇന്ന് പൃഥ്വിരാജും ലാലേട്ടനും അതുതന്നെയാണ് പറയുന്നത്. ഖുറേഷി അബ്രഹാമിനെ സ്റ്റീഫൻ നെടുമ്പള്ളിയായി അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തേണ്ടി വരുന്നു. പടത്തിലെ ഏറ്റവും വലിയ ഹൈ മൊമെൻ്റ് തന്നെ ആയിരിക്കാം സ്റ്റീഫൻ്റെ റീ എൻട്രി. അതുകൊണ്ടായിരിക്കാം ഇവരെല്ലാവരും സ്റ്റീഫൻ്റെ റീ എൻട്രിയെക്കുറിച്ച് പറയുന്നത്. ഇന്ന് വന്ന ലാലേട്ടൻ്റെ ക്യാരക്ടർ പോസ്റ്ററിലും സ്റ്റീഫൻ നെടുമ്പള്ളിനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ നമുക്ക് ഫയറും കാണാം. ഈ ഒരു ക്യാരക്ടർ പോസ്റ്ററിൽ ലാലേട്ടൻ്റെ മുൻപിൽ ഒരാളുടെ കൈ കാണിക്കുന്നുണ്ട്. എന്തായാലും അത് ആരാണെന്ന് വ്യക്തമല്ല. ചിലപ്പോൾ അതൊരു ഫൈറ്റ് സീനിൽ അടിക്കാൻ വരുന്ന ഗുണ്ടയാവാം. എന്തായാലും ഈ ഒരു പോസ്റ്റർ മുഖത്തിൽ കാണുമ്പോൾ നമുക്കറിയാം, ലൂസിഫർ സിനിമയിൽ ലാലേട്ടൻ ഏകദേശം ഭൂരിഭാഗം സിനിമകളിൽ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടിരിക്കുമ്പോൾ വൈറ്റ് ഷർട്ടാണ് ഇടാറുള്ളത്. എന്നാൽ സിനിമയുടെ അവസാനം കേരളത്തിൽ നിന്നും സ്റ്റീഫൻ പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ബ്ലാക്ക് ഷർട്ടാണ് സ്റ്റീഫൻ ഇടുന്നത്. അതായത് സ്റ്റീഫൻ കേരളത്തിൽ നിന്ന് എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് സ്റ്റീഫൻ തിരിച്ചുവരവ് നടത്തുന്നതെന്നാണ് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ലൂസിഫർ എന്ന മാലാഖ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാലാഖയായിരുന്നു. പിന്നീട് ഈവിളായിട്ട് ഈ ഒരു ക്യാരക്ടർ മാറുന്നതാണ് കഥകളിൽ ലൂസിഫർ എന്ന ക്യാരക്ടറിനെ പറ്റി പറയുന്നത്. അതുപോലെ ലൂസിഫർ സിനിമയുടെ അവസാന ഭാഗത്ത് ലാലേട്ടൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടർ ഒരു പ്യൂർ ഈവിളായിട്ട് മാറുന്നുണ്ട്. ഇനി സ്റ്റീഫൻ്റെ റീ എൻട്രിയെ പറ്റി പറയുമ്പോൾ, ചെകുത്താൻ്റെ സ്വന്തം നാട്ടിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഖുറേഷി അബ്രഹാമിന് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് അവതാരം എടുക്കേണ്ടി വരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പടത്തിലെ ഏറ്റവും വലിയ ഹൈ മൊമെൻ്റ് തരുന്ന ഒരു സീക്വൻസ് തന്നെയാണ് സ്റ്റീഫൻ്റെ റീ എൻട്രി എന്നത്. സുരാജ് വെഞ്ഞാറമ്മോട് പറഞ്ഞതുപോലെ ജംഗിൾ പൊളി. ഇനി ഏകദേശം ഒരു മാസം സിനിമയുടെ റിലീസിനുണ്ട്. ലൂസിഫർ ഒരു ട്രയോളജി ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് എമ്പുരാൻ. ഈ ഫ്രാഞ്ചൈസിൻ്റെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയ L3 ഖുറേഷി അബ്രഹാമിൻ്റെ മുഴുവൻ കഥ റിവീൽ ചെയ്യാൻ പോകുന്നത്. ലൂസിഫർ പാർട്ട് 3ക്ക് ലീഡ് കൊടുത്തുകൊണ്ടായിരിക്കും എമ്പുരാൻ അവസാനിക്കുക എന്ന് ലാലേട്ടൻ ഇന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയുടെ പോസ്റ്റർ ക്യാമ്പയിൻ ഒന്നും ഉണ്ടാവില്ല. മിക്കവാറും സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത് സിനിമയുടെ സോങ്സിനെ പറ്റിയുള്ള അപ്ഡേറ്റ് തന്നെ ആയിരിക്കും. എമ്പുരാൻ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.